ഗാസ മുനമ്പിലെ പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20-പോയിന്റ് പ്ലാൻ. ഈ പദ്ധതിക്ക് അറബ് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ പിന്തുണ ലഭിച്ചത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പിന്തുണ പ്രഖ്യാപിച്ച ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഗസയിൽ നിന്ന് ഹമാസിനെ പുറത്താക്കി പലസ്തീൻ അതോറിറ്റിയുടെ ഭരണം പുനഃസ്ഥാപിക്കുക എന്നതാണ്. അതേസമയം ഹമാസിന്റെ പ്രതികരണമൊന്നും ഇതുവരെയും വന്നിട്ടുമില്ല. ഈ ഒരു ഐക്യദാർഢ്യം പ്രാദേശിക രാഷ്ട്രീയത്തിലെ കക്ഷികളെ പോലും അമ്പരപ്പിക്കുന്ന ഒരു പുതിയ സഖ്യത്തിന്റെ പിറവിക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ. ചില പലസ്തീനികൾ പ്രഹസനം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പദ്ധതിക്കായാണ് യൂറോപ്പും അറബ് ലോകവും കൈകോർക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സൗദി അറേബ്യ, ഖത്തർ, തുർക്കി, പാകിസ്ഥാൻ, ഈജിപ്ത്, ജോർദാൻ, UAE, ഇന്തോനേഷ്യ തുടങ്ങി 8 പ്രധാന മുസ്ലിം രാജ്യങ്ങൾ ട്രംപിന്റെ ഈ പദ്ധതിക്ക് പിന്നിൽ അണിനിരന്നത് കേവലം നയതന്ത്രപരമായ നീക്കമായി മാത്രം കാണാൻ സാധിക്കില്ല. ഗസയിലെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക, പലസ്തീൻ ജനതയുടെ ദുരിതം ലഘൂകരിക്കുക, മേഖലയിലെ അസ്ഥിരത അവസാനിപ്പിച്ച് സാമ്പത്തിക വളർച്ചയും അതുപോലെ സാധാരണ നിലയും ഉറപ്പാക്കുക തുടങ്ങിയ പൊതു ലക്ഷ്യങ്ങളാണ് ഈ രാജ്യങ്ങളെ ഒരുമിപ്പിച്ചത് എന്ന് തന്നെ പറയാം. ദീർഘകാലമായി ഹമാസുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഖത്തർ ഇപ്പോൾ മധ്യസ്ഥന്റെ നിർണായകമായ ഒരു റോളിലാണ്. അതേസമയം ഇസ്രായേലുമായി ഭാവിയിൽ സാധാരണ നില സ്ഥാപിക്കാൻ ട്രംപും നെതന്യാഹുവും ലക്ഷ്യമിടുന്ന സൗദി അറേബ്യയുടെ പിന്തുണ ഈ പദ്ധതിയുടെ പ്രാദേശിക സാധുത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇന്തോനേഷ്യയും പാകിസ്ഥാനും പോലെയുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യങ്ങൾ പിന്തുണയുമായി രംഗത്തെത്തിയത് ഇസ്ലാമിക ലോകത്ത് ഈ നിർദ്ദേശത്തിന് ലഭിച്ച സ്വീകാര്യതയുടെ വ്യാപ്തിയാണ് വ്യക്തമാക്കുന്നത്. ഗാസ മുനമ്പിന്റെ ഭാവി രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ട്രംപിന്റെ 20-പോയിന്റ് പ്ലാൻ ഗസയിൽ ഏകദേശം 2 വർഷമായി തുടരുന്ന ഇസ്രായേലിന്റെ വംശഹത്യ യുദ്ധം ഉടനടി അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന ഒന്നാണ്. അതേസമയം ഭാവിയിലെ ഭരണപരമായ പങ്കിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. പ്രധാന നിർദ്ദേശങ്ങൾ ഒന്ന് പരിശോധിക്കാം. ബന്ദി കൈമാറ്റമാണ് ആദ്യം. ഇസ്രായേൽ പൊതുവായി അംഗീകരിച്ച 72 മണിക്കൂറിനുള്ളിൽ എല്ലാ ബന്ദികളെയും, ഇതിൽ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും പരാമർശിക്കുന്നുണ്ട്. ഹമാസ് വിട്ടയക്കണം എന്നാണ് പറയുന്നത്. പകരമായി ഇസ്രായേൽ തടവുകാരെ മോചിപ്പിക്കും. ഇനി സമാധാനപരമായ സഹവർത്തിത്വത്തിന് സമ്മതിക്കുകയും ആയുധങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും. പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സുരക്ഷിതമായി മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ സൗകര്യവുമൊരുക്കും. ഗസയുടെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു ടെക്നോക്രാറ്റിക് അപ്പോളിറ്റിക്കൽ പലസ്തീൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഭരണം സ്ഥാപിക്കും. ഡൊണാൾഡ് ട്രംപും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും നേതൃത്വം നൽകുന്ന ഒരു അന്താരാഷ്ട്ര ബോർഡ് ഓഫ് പീസ് ഈ ഭരണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. ഇനി PAയുടെ തിരിച്ചുവരവാണ്. പലസ്തീൻ അതോറിറ്റിക്ക് ആവശ്യമായ പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഗസയുടെ ഭരണം സുരക്ഷിതമായും ഫലപ്രദമായും തിരികെ ഏൽപ്പിക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം. ഗാസയുടെ പുനർനിർമ്മാണമാണ് ഇനി. മേഖലയെ പുനർനിർമ്മിക്കുന്നതിനും സാമ്പത്തികമായി ഉത്തേജിപ്പിക്കുന്നതിനും ഒരു പ്രത്യേക ട്രംപ് സാമ്പത്തിക വികസന പദ്ധതി വിദഗ്ധരെ ഉൾപ്പെടുത്തി തന്നെ രൂപീകരിക്കും. നിക്ഷേപവും തൊഴിലും ഉറപ്പാക്കുന്ന തരത്തിലാകും ഇത്. ഒപ്പം കുറഞ്ഞ താരിഫും നിരക്കുകളുമുള്ള പ്രത്യേക സാമ്പത്തിക മേഖലയും സ്ഥാപിക്കും. ഗാസ വിട്ടുപോകാൻ ആരെയും നിർബന്ധിക്കില്ല. പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാനും അതുപോലെ സ്വതന്ത്രമായി തിരികെ വരാനും കഴിയും. ആളുകളെ ഗസയിൽ തുടരാനും പ്രോത്സാഹിപ്പിക്കുകയും മെച്ചപ്പെട്ട ഗാസ കെട്ടിപ്പടുക്കുന്നതിനുള്ള അവസരം നൽകുകയും ചെയ്യും. ഗാസയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും രൂപത്തിലോ ഒരു പങ്കും വഹിക്കില്ലെന്ന് ഹമാസും മറ്റ് വിഭാഗങ്ങളും സമ്മതിക്കണം. തുരങ്കങ്ങളും ആയുധ നിർമ്മാണ സൗകര്യങ്ങളും ഉൾപ്പെടെ എല്ലാ സൈനിക ഭീകര ആക്രമണ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കപ്പെടും, പുനർനിർമ്മിക്കുകയുമില്ല. സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ ഗാസയെ സൈനികവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാവുകയും ചെയ്യും. ഗസയിൽ ഉടനടി വിന്യസിക്കുന്നതിനായി ഒരു താൽക്കാലിക ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ISF വികസിപ്പിക്കുന്നതിന് അമേരിക്ക അറബ് അന്താരാഷ്ട്ര പങ്കാളികളുമായി സഹകരിക്കും. ഗാസയിലെ പരിശോധിച്ച പലസ്തീൻ പോലീസ് സേനകൾക്ക് ഈ പറയുന്ന ISF പരിശീലനം നൽകുകയും പിന്തുണ നൽകുകയും ചെയ്യും. കൂടാതെ ഈ മേഖലയിൽ വിപുലമായ പരിചയസമ്പന്നരായ ജോർദാനുമായും ഈജിപ്തുമായും കൂടി ആലോചിക്കുകയും ചെയ്യും. ഈ സേന ദീർഘകാല ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുകയും പരിഹാരമായിരിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. പുതുതായി പരിശീലനം ലഭിച്ച പലസ്തീൻ പോലീസ് സേനയ്ക്കൊപ്പം അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നതിന് ISF ഇസ്രായേലുമായും ഈജിപ്തുമായും സഹകരിക്കും. ഗാസയിലേക്ക് യുദ്ധോപകരണങ്ങൾ പ്രവേശിക്കുന്നത് തടയുകയും ഗാസ പുനർനിർമ്മിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും സാധനങ്ങളുടെ വേഗത്തിലുള്ളതും സുരക്ഷിതവുമായ ഒഴുക്ക് സുഗമമാക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ്. കക്ഷികൾ ഒരു സംഘർഷരഹിത സംവിധാനം അംഗീകരിക്കും. ഇനി ഇസ്രായേൽ ഗാസയെ പിടിച്ചെടുക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല. ISF നിയന്ത്രണവും സ്ഥിരതയും സ്ഥാപിക്കുമ്പോൾ ISF ഗ്യാരണ്ടർമാർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ തമ്മിൽ അംഗീകരിക്കപ്പെടുന്ന സൈനികവൽക്കരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ, നാഴികക്കല്ലുകൾ, സമയപരിധികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന IDF പിന്മാറും. ഹമാസ് ഈ നിർദ്ദേശം വൈകിപ്പിക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ സ്കെയിലപ്പ് സഹായ പ്രവർത്തനം ഉൾപ്പെടെ IDF-ൽ നിന്ന് ISF-ന് കൈമാറിയ ഭീകരതയില്ലാത്ത പ്രദേശങ്ങളിൽ തുടരും.
ഇനി സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഇസ്രായേലിനെയും പലസ്തീനികളെയും പ്രാപ്തരാക്കുന്നതിന് യുഎസിന്റെ നേതൃത്വത്തിൽ ഒരു സംഭാഷണം നടത്തും. ഇതൊക്കെയാണ് 20 പോയിന്റ് പ്ലാൻ പ്രകാരമുള്ള പ്രധാന കാര്യങ്ങൾ. ഇനി ഫ്രാൻസ്, ബ്രിട്ടൻ, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ ശക്തികളും ഈ സമാധാന ശ്രമത്തിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർക്ക് പദ്ധതിയിൽ ഒരു പ്രധാന പങ്കുണ്ട് എന്നത് യൂറോപ്യൻ ഇടപെടലിന്റെ ആഴം സൂചിപ്പിക്കുന്ന ഒന്നാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പ്രതിബദ്ധതയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രശംസിച്ചിട്ടുണ്ട്. എങ്കിലും ഈ പദ്ധതിയിൽ യൂറോപ്യൻ താൽപര്യങ്ങൾ പൂർണ്ണമായി ഒത്തുചേരുന്നില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. കാര്യം, പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഫ്രാൻസിനുള്ള വിയോജിപ്പ് നിലനിൽക്കെ തന്നെയാണ് ട്രംപിന്റെ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്കും അഭയാർത്ഥി പ്രവാഹം തടയുന്നതിനും നിർണായകവുമാണ്. അതുപോലെ തന്നെ പദ്ധതിക്കെതിരെ വിമർശനങ്ങളും സ്വാഭാവികമായുണ്ട്. ഒപ്പം പലസ്തീനിൽ ആശങ്കകളും വർദ്ധിക്കുന്നുണ്ട്. സമാധാന നീക്കത്തിന് വലിയ അന്താരാഷ്ട്ര പിന്തുണ ലഭിക്കുമ്പോഴും ഇത് ഗസയിൽ ഉണ്ടാക്കിയ സംശയങ്ങളും എതിർപ്പുകളും ശ്രദ്ധേയമാണ്. ഹമാസിന്റെ സഖ്യകക്ഷികളായ ഇസ്ലാമിക് ജിഹാദ് ഈ പദ്ധതിയെ പലസ്തീൻ ജനതയ്ക്കെതിരായ തുടർച്ചയായ ആക്രമണത്തിനുള്ള ഒരു കുറിപ്പടി എന്നാണ് വിശേഷിപ്പിച്ചത്. യുദ്ധത്തിലൂടെ നേടാൻ കഴിയാത്തത് അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നവർ ആരോപിക്കുന്നുമുണ്ട്. ഗാസയിലെ സാധാരണ ജനങ്ങൾക്കിടയിലും ഈ പദ്ധതിയെക്കുറിച്ച് സംശയങ്ങൾ നിരവധിയാണ്. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണിതെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ഇത് സഹായിക്കില്ലെന്നും അവർ ഭയപ്പെടുന്നുണ്ട്. നീണ്ട പോരാട്ടങ്ങൾക്കും ദുരിതങ്ങൾക്കും ശേഷം തങ്ങളുടെ വിധി തീരുമാനിക്കുന്ന ഈ ഒരു പദ്ധതിയെ പലസ്തീൻകാർ ഒരു പ്രഹസനമായാണ് കാണുന്നത്. ഈ ആശങ്കകൾ പദ്ധതിയുടെ വിജയ സാധ്യതകളെക്കുറിച്ചുള്ള വലിയ ചോദ്യമാണ്. പരിഷ്കരിച്ച പലസ്തീൻ അതോറിറ്റിയുടെ തിരിച്ചുവരവിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി പരസ്യമായി എതിർക്കുന്നതും പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് PAക്ക് ജനകീയ പിന്തുണ കുറവായതും ഗസയിലെ ഭരണപരമായ മാറ്റം എളുപ്പമാവില്ല എന്ന സൂചനയും നൽകുന്ന ഒന്നാണ്. ട്രംപിന്റെ സമാധാനത്തിനായിട്ടുള്ള ഈ ഒരു നീക്കം താൽക്കാലിക വെടിനിർത്തലോ ബന്ദികളുടെ മോചനത്തിലോ മാത്രം ഒതുങ്ങുമോ, അതോ ഗസയുടെ പുനർനിർമ്മാണത്തിനും അതുപോലെ ദീർഘകാല സമാധാനത്തിനും വഴിയൊരുക്കുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. ഈ പദ്ധതിക്ക് ലഭിച്ച അപ്രതീക്ഷിത അറബ് യൂറോപ്യൻ പിന്തുണ ഈ മേഖലയിൽ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുന്നതിൽ പല രാജ്യങ്ങൾക്കുമുള്ള പൊതുവായ താൽപര്യമാണ് വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഇതൊരു പലസ്തീൻ രാഷ്ട്രത്തിന് വഴിയൊരുക്കുമോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ട്രംപിന്റെ പദ്ധതിയുടെ ഫലം. നിലവിലെ സാഹചര്യത്തിൽ ഹമാസിന്റെ പ്രതികരണം നിർണായകമാണ്. തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ നിർദ്ദേശത്തെ അവർ എങ്ങനെ സമീപിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ഗസയുടെ ഭാവി.